ഒരു പാക്കറ്റിൽ 50 പീസായിരുന്നു ഈ ഒരു സ്പൂൺ ഉണ്ടായിരുന്നത്. എനിക്ക് അത്രയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, 10-20 പീസേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എടുത്തു വെച്ചപ്പോൾ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം ചെയ്തെടുത്താലോ. ഇതുപോലെ നമ്മൾ ഈ ഒരു സ്പൂൺ ചൂടാക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷിങ്ങിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ ആക്രിലിക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വിരൽ വെച്ചിട്ടും ഈസി ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ, ബ്രഷ് ഇല്ലെങ്കിലും. ഈ ഒരു സ്പൂണിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇതുപോലെ ബോർഡർ കൊടുത്തത്. അതേ രീതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചും കൊടുക്കേണ്ടത്. പിന്നെ ഇതാ ഈ ഒരു ലീഫ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഗ്യാപ്പ് കാണാതെ ആ ഒരു രീതിയിൽ തന്നെ ഇത് കാണുന്നത് പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സ്പൂണിന് അധികം കനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം വെയിറ്റുള്ള സംഭവങ്ങളൊന്നും വെച്ച് കൊടുക്കരുത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാൻഡിലിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുഞ്ഞ് ക്യാൻഡിൽസോ അതല്ലെങ്കിൽ കുഞ്ഞ് ഫ്ലവർ വൈസൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും സ്പൂണൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.